ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കരിയിലൊക്കെ എന്തെങ്കിലും കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പാത്തിയിൽ തങ്ങി നിൽക്കുന്ന ഈ കരിയിലകൾ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് കരിയില ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിന് കറക്റ്റായിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ പാത്തി ഒരു സൈഡിലേക്ക് ചെരിയും, അല്ലെങ്കിൽ വെള്ളം ഒരു സൈഡ് തങ്ങി നിൽക്കും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ മെയിൻലി മഴക്കാലത്താണ് വരിക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെള്ളം പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ കരികൾ ഇങ്ങനെ കൂടി കിടക്കുകയാണ്. അപ്പോൾ മെയിൻലി ഈ തേക്ക് മരം അങ്ങനെയുള്ളതൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ട് ഈ പാത്തിയിൽ അടിഞ്ഞു കൂടുക എന്നുള്ളതാണ്. ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് പാടാണ്. നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ കൈമുറിയും, കാരണം ഷീറ്റാണ്. അപ്പോൾ ഒരു ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തിട്ട് മെല്ലെ ഈ ഒരു കരിയിലകളൊക്കെ എടുക്കുക. നമ്മളങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് ഈ ഒരു കവർ ഫുള്ള് നിറഞ്ഞു. അതാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്ന വീഡിയോൻ്റെ ലാസ്റ്റുള്ള ഭാഗം. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മാത്രം കരിയിലകൾ ക്ലീൻ ചെയ്യുക. നമ്മൾ ഒരു ആഴ്ചയിൽ 1-2 തവണ ക്ലീൻ ചെയ്താലേ ഇതൊക്കെ മാറുള്ളൂ. കാരണം വീടിൻ്റെ അടുത്തൊക്കെ അത്യാവശ്യം നല്ല മരങ്ങളുണ്ട്. അപ്പം നമ്മൾ അവസാനം കൂട്ടി ഒരു 2 കിലോൻ്റെ അടുത്ത് വെയിറ്റുള്ള ഒരു വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് കളയണം, അതാണ് അടുത്ത പണി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞമ്പറക്കരൻ, സൈനിങ് ഓഫ്.